ഇവർ ഈ തുള്ളിച്ചാടി എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? ഗുരുവായൂർക്ക്. അമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പിലത്തെ ചേച്ചിമാർ എല്ലാവരും കൂടി ആയിട്ടാണ് പോണത്. ഇവർ രാത്രി 9:30 ഗുരുവായൂരിലെത്തിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും അവിടെയൊക്കെ നല്ല രസമല്ലേ ഇങ്ങനെ നടന്ന് കാണാൻ. ഇവിടെ പോയാൽ കുറഞ്ഞ ചിലവിൽ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു കുടുംബശ്രീൻ്റെ ഒരു സംരംഭമുണ്ട്. കുറഞ്ഞ ചിലവിൽ 30 രൂപയുള്ളൂ ഇവിടെ ഡ്രസ്സ് മാറ്റാനും കുളിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ ചെയ്യാം. ഒരു 10 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമ്മുടെ ബാഗ് അവിടെ സേഫായിട്ട് അവർ വെച്ചോളും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇവർ നേരെ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അമ്പലത്തിൽ കൃഷ്ണനായിട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കുറച്ച് നേരം കണ്ടതിന് ശേഷമാണ് വരി നിൽക്കാൻ വേണ്ടിയിട്ട് പോയത്. ഏകദേശം 12:45 ആയാണ് കേട്ടോ വരി നിന്നപ്പോൾ. അപ്പോഴാണ് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഫോൺ ക്ലോക്ക് റൂമിൽ വെക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ വെച്ചു. 3 മണിയായപ്പോഴേക്ക് നട തുറന്ന് ഇവർ കയറി ഭഗവാനെ കണ്ടു തൊഴുത് എന്നിട്ട് 4:45 ആയപ്പോഴേക്ക് പുറത്തിറങ്ങി കേട്ടോ. പിന്നെ പ്രഭാത ഭക്ഷണത്തിലേക്കുള്ള ക്യൂ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കിനും ഇവർ ബസ് കയറി കേട്ടോ. ഇതുപോലെ രാത്രി പോകാന്നുണ്ടെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലാതെ ഭഗവാനെ കണ്ടിറങ്ങാൻ പറ്റും. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറാനുള്ളതുകൊണ്ടാണ് അവർ വേഗം പോകുന്നത്.